ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സോസേജ് കോണാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 300 ഗ്രാം ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുഴുങ്ങിയെടുക്കുമ്പോൾ ഉപ്പ് മാത്രം ചേർത്തിട്ടാട്ടോ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതൊന്ന് നമുക്കിനി ഉടച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പൊട്ടറ്റോയ്ക്ക് കുറച്ചൊരു എരിവൊക്കെ കിട്ടും, അതിന് വേണ്ടിയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പർമേസൻ ചീസ് എന്ന് പറയുന്ന ചീസുണ്ട്. അപ്പോൾ ആ ചീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതും കൂടെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇത് കിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൊസറല്ല ചീസ് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് സെല്ലറി ലീവ്സ് ഉണ്ടെങ്കിൽ സെല്ലറി ലീവ്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സെല്ലറി ലീവ്സ് കിട്ടാത്തവർക്ക് മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് തന്നെ ഞാൻ സ്മാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ടത് സോസേജ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചീസുള്ള സോസേജ് ആട്ടോ. അതിൻ്റെ ഉള്ളിലൂടെ ചീസ് ഇങ്ങനെ വരുന്ന ഒരു എന്താ പറയുക, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു പൊട്ടാറ്റോയുടെ റോൾ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ നന്നായിട്ടൊന്ന് മെഴുക്ക് തടവി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കയ്യിൽ ഇങ്ങനെ പറ്റി പിടിച്ചു പോകും. എന്നിട്ട് നമ്മളൊരു ഉരുള എടുക്കുക. ഇത് നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ അതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ റോൾസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു സോസേജ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്ത് ഇത് നന്നായിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊരു ബാംബൂ സ്റ്റിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ഇത് പിടിക്കുമ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നുള്ളൂ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനിതാ ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു ബാംബൂ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കോൺഫ്ലോറിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മേലെ എഗ്ഗിൽ മുക്കിയെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ മേലേക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് കോൺഫ്ലോറിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മുട്ടയിൽ മുക്കണം. അപ്പോൾ ഞാനിതാ അതിന് മുൻപായിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും കോൺഫ്ലോർ ഇതാക്കി കൊടുക്കണ്ട, സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട, കുറച്ച് മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതാ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയൊന്ന് ഇതെല്ലാം മുക്കിയ ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു ഗ്ലാസ്സിൽ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മുക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എഗ്ഗുകളെടുത്ത് കുറേ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഒരു എഗ്ഗ് എടുത്താൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ 5 എണ്ണമാണ് എടുത്തത്. അപ്പോൾ അതിനൊരു എഗ്ഗ് തന്നെ ധാരാളമാണ്. ഇനി നമുക്കൊന്ന് ബ്രെഡ് ക്രംസിലും കൂടെ നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു എല്ലാം റെഡിയാക്കി എടുത്ത ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വലിയൊരു പാനിൽ തന്നെയാണ് ഓയിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ ഒരുപാട് ചൂടാവുന്ന മുൻപേ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഓൾറെഡി പൊട്ടാറ്റോ ഒക്കെ വെന്തതാണ്, എന്നാലും കൂടെ ഈ ചീസും ഒക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ തീയിൽ തന്നെ ഇട്ട് കൊടുക്കാം. 2 ഭാഗവും ഒന്ന് കളർ മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സോസേജ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ പറയാൻ കാരണം നാട്ടിൽ എപ്പോഴും സോസേജ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സോസേജ് കോൺ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കോണിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സോസേജ് കോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സോസേജ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഏതൊരു സോസിൽ വേണമെങ്കിലും ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ മയനൈസും കെച്ചപ്പും മിക്സ് ചെയ്ത് അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതിന് മുൻപായിട്ട്
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജിസ്നാസ് കിച്ചൺ.